സമുദായത്തിന് പുറത്തുള്ള മറ്റൊരു കത്തോലിക്ക വിശ്വാസിയെ വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിന് സമുദായത്തിലുള്ള അംഗത്വം റദ്ദ് ചെയ്യാനും അയാളെ സഭയിൽ നിന്ന് പുറത്താക്കാനും കോട്ടയം അതിരൂപതയ്ക്ക് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. സമുദായത്തിന് പുറത്തുനിന്നുള്ള കത്തോലിക്കരെ വിവാഹം കഴിക്കുന്നവർക്കും അവരുടെ കുട്ടികൾക്കും സമുദായത്തിലെ അംഗങ്ങളായി തുടരാൻ അവകാശമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഇത്തരത്തിൽ വിവാഹം കഴിക്കുന്നവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും മൗലികാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും കോടതി നിരീക്ഷിച്ചു. നേരത്തെ കോട്ടയം സബ് കോടതിയും ജില്ലാ കോടതിയും സമാനമായ വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെതിരെ സഭാ നേതൃത്വം നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. വർഷങ്ങളായി ജ്ഞാനായ സമുദായത്തിൽ നിലനിൽക്കുന്ന രക്തശുദ്ധിവാദത്തിന്റെയും എൻഡോഗാമി ആചാരത്തിന്റെയും ഭാഗമായി പുറത്തുനിന്ന് വിവാഹം കഴിക്കുന്നവരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുന്ന രീതി നിലനിന്നിരുന്നു. ഇതിനെതിരെ ജ്ഞാനായ സഭയിലെ തന്നെ നവീകരണ പ്രസ്ഥാനങ്ങൾ നടത്തിയ ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിന്റെ ഫലമായാണ് ഈ വിധി. തങ്ങളുടെ സമുദായത്തിന്റെ തനിമ നിലനിർത്താൻ രക്തശുദ്ധി പാലിക്കേണ്ടതുണ്ടെന്നും ഇത് നൂറ്റാണ്ടുകളായുള്ള ആചാരമാണെന്നും സഭാ നേതൃത്വം കോടതിയിൽ വാദിച്ചു. കോടതി ഇങ്ങനെ ചോദിച്ചു വ്യക്തമാക്കി: ഒരാചാരവും വ്യക്തിയുടെ മൗലികാവകാശങ്ങളെക്കാൾ വലുതല്ല. വിവാഹം കഴിക്കാനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെ തടയാനോ അതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് പുറത്താക്കാനോ സഭയ്ക്ക് അധികാരമില്ലെന്ന് കോടതിയും വ്യക്തമാക്കി. മനുഷ്യൻ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാൻ പ്ലാനിടുന്ന ഈ കാലത്താണ് ഇങ്ങ് കേരളത്തിൽ ചിലർ ഇപ്പോഴും രക്തത്തിന്റെ ശുദ്ധി അളന്ന് മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്നത്. ലോകത്തെവിടെയുമില്ലാത്ത ഒരു വിചിത്രമായ ആചാരം 100% സാക്ഷരത അവകാശപ്പെടുന്ന കേരളത്തിലെ തന്നെയാണെന്നത് മലയാളികൾക്ക് മുഴുവൻ അപമാനമാണ്. പഴയകാലത്തെ അയിത്തം നമ്മൾ പൊരുതി തോൽപ്പിച്ചതാണ്. പക്ഷേ സമുദായത്തിനകത്ത് സ്വന്തം വിശ്വാസികൾക്ക് നേരെ തന്നെ ഇത്തരം ആധുനിക അയിത്തം കൽപ്പിക്കുന്നവർ ഏതു കാലത്താണ് ജീവിക്കുന്നത്? ഭാഗ്യത്തിന് നമ്മുടെ കോടതികൾക്ക് ഈ ആചാരത്തിന് പിന്നിലെ കോമഡി കൃത്യമായി മനസ്സിലായി. ഭരണഘടന നൽകുന്ന അവകാശം ആചാരത്തേക്കാൾ വലുതാണ് എന്ന ഹൈക്കോടതി വിധി ഈ AD 345 രക്തശുദ്ധിവാദികളുടെ കരണത്തേറ്റ ഒരു വലിയ അടിയാണ്. തികച്ചും പ്രാകൃതവും ഗോത്രീയവുമായ ജ്ഞാനായ ശുദ്ധരക്തവാദത്തെ കേരളത്തിലെ കോടതികൾ ഒന്നൊന്നായി പുറംകാലുകൊണ്ട് തൊഴിക്കുകയാണ്. എന്നാലും ഉളുപ്പില്ലാതെ കോട്ടയം അതിരൂപതയും വംശീയ വെറിയന്മാരായ കുഞ്ഞാടുകളും ഇതും ചുമന്നുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നറിയാം. അവിടെയും ഇതുതന്നെയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഈ പരിപാടിയൊന്ന് നിർത്തരുതോ?